Hey guys, welcome back to my YouTube channel My Lifetime. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എൻ്റെ വീട്ടിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിവിടെ സ്ഥലം ഇവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാൻഡിനായിട്ട് ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് സ്റ്റാൻഡിനായിട്ട് അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇത്രയും പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യും. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്ലേസിലാണ് നമ്മൾ സ്റ്റാൻഡ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ഇത് 4.5 മീറ്റർ ഉണ്ട് നമ്മൾ സ്റ്റാൻഡ് മൊത്തമായിട്ട്. പിന്നെ 3 തട്ടായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തുള്ള കുറേ പ്ലാന്റ്സ് നമുക്ക് വെക്കാനുള്ളതാണ്. ഇത് മൊത്തം അതിലേക്ക് നമുക്ക് വെക്കാനുള്ളതാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറെ വേറെ ആക്കിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ അത് ഒരുമിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. ഒരു ദിവസം തന്നെ മതി കേട്ടോ ഇതിനൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ അവർ പെയിൻ്റൊക്കെ അടിക്കുകയാണ്. പെയിൻ്റൊക്കെ ഇനിയും കുറച്ച് അടിക്കാനുണ്ട്. അതും കൂടി അവർ അടിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇതാ ഗായ്സ്, നമ്മുടെ സ്റ്റാൻഡ് ഇതാ കുട്ടപ്പനായിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ 2 ഇതിലാണ് നമുക്കൊരു മിനിമം ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ളൊരു ചെടിച്ചട്ടി നമുക്ക് വെക്കാൻ പറ്റൂട്ടോ. 2 ഇതിൽ ഒരു മിനിമൊക്കെ ഉള്ള. ഇത് വലുതാണ്. ഇതിപ്പോൾ താഴ്ഭാഗം മുകളിലേക്ക്, മോൾ ഭാഗം താഴേക്കായിട്ടാണ് അവരിട്ടിട്ടുണ്ട് പെയിൻ്റ് അടിച്ചത് കൊണ്ട്. അത് തല തിരിച്ചിട്ടിരിക്കുന്ന അവർ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 2 ഇതിൽ അടിയത്തിൽ 6 ലെയേഴ്സാണ്. പിന്നെ മോൾ ഭാഗം 2ലും 4 ലെയേഴ്സാണ് ഉള്ളത്. പിന്നെ ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ലേ 2 ഇതിലൊരു ഇതുപോലത്തെ ഒരു ചെടിച്ചട്ടി നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു ഇതുപോലത്തെ ഒരു മിനിമം ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ളൊരു ചെടിച്ചട്ടി നമുക്ക് വെക്കാൻ പറ്റും. അതായിരിക്കും നല്ലത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും നമ്മളത് കാണാൻ. അങ്ങനത്തെ സ്പേസ് വിട്ട് വെക്കാൻ നമുക്ക് അപ്പോൾ വളരെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. എൻ്റെ ബ്രദർ തന്നെയാണ് ഇവിടെ പെയിൻ്റ് അടിക്കുന്നത്. അവർ പെയിൻ്റ് അടിച്ച് തുടങ്ങണേ ഉള്ളൂ. അത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അതേ ഷേപ്പ് തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നതും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെടികളൊക്കെ അവിടെ വെക്കണം നമുക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനും കൂടി നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കൂ. ഇനി ഹോം ടൂർ, ഗാർഡൻ ടൂർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ വേറെ വീഡിയോസ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. നമ്മളിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. സ്പേസ് വിട്ട് വെക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് നിൽക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ നിൽക്കുന്നുണ്ട്, നിൽക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ കുറേ ചട്ടികളും പ്ലാന്റ്സ് ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാൻഡ് കാണാൻ പോവാം. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെടിച്ചട്ടികൾ അങ്ങനത്തെ ഒക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഭംഗി ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഞങ്ങൾ കുറച്ചായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ തൂക്കിയിടുള്ളതുണ്ട്. ഇവിടെ കുറേ തൂക്കിയൊക്കെ ഇട്ട് വെച്ചിരുന്നു. അതൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ട്. കുറച്ചൊക്കെ തൂക്കിയിടലാണ് ഇവിടെ കുറേ ഉണ്ടായത്. ഒക്കെ ഞങ്ങൾ കുറച്ച് വെച്ചിട്ടുള്ളൂ. ഇപ്പം സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ ചെടികളും പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലും കുറച്ചൊക്കെ വെക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇവിടെ സിമെൻറ്റിൻ്റെ ഉണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ബോട്ടിൽസ് വെച്ചിട്ടാണ് ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത വലിയ പെയിൻറ്റിൻ്റെ
ടിന്നിൻ്റെ ഈ ടോപ്പില്ലേ, ആ ടോപ്പ് വെച്ചിട്ട് ചെടിച്ചട്ടികൾ അതിൽ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡിന് മതി. ഏകദേശം ഒരു 2-3-4 ചെടിച്ചകൾ വെക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മൊത്തമായിട്ട് തൂക്കിയൊക്കെ ഇട്ടപ്പോൾ വളരെ ഭംഗിയായിട്ട്. പിന്നെ ചിരട്ട കൊണ്ടുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. ചിരട്ടയും അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ സിമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ പ്ലാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ സിമെൻറ്റ് വെച്ചിട്ടുണ്ടാക്കിയത്, പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ വരും. നിങ്ങളൊക്കെ കാണാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ സിമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ, കുറച്ചായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? പ്ലാന്റ്സൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് എൻ്റെ ഇവിടെ ആവശ്യമില്ലാത്ത ഗിൽസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെടിച്ചട്ടികൾ വെച്ച് ചെറുതായിട്ടൊന്ന് തൂക്കി, പിന്നെ ബോട്ടിൽസ്, പിന്നെ തേങ്ങ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോഡലായിട്ട് വെച്ചിട്ടുണ്ട്.